പാലായിൽ ജോസ് കെ മാണിയെ മത്സരിപ്പിക്കുന്നതിന് പിന്നിൽ തനിനാടൻ മലയാളി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ജോസ് കെ മാണിയും മന്ത്രി റോഷി അഗസ്റ്റിനും ചേർന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ പാലായിൽ ആര് മത്സരിക്കുമെന്ന പത്രക്കാരുടെ ചോദ്യത്തിന് ജോസ് കെ മാണിയിൽ നിന്ന് മൈക്ക് വാങ്ങി ഉത്തരമായി മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞത് ജോസ് കെ മാണി പാലായിൽ തന്നെ മത്സരിക്കുമെന്നാണ്. ഇവിടെയാണ് ട്വിസ്റ്റ്. മൂന്നാം തവണയും പാലായിൽ ജയിക്കുന്നതിന് കരുക്കൾ നീക്കുന്ന നിലവിലെ UDF MLA മാണി സി കാപ്പന് മുമ്പിൽ ജോസ് കെ മാണിക്ക് വിജയം എളുപ്പമാകാൻ ഇടയില്ല. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പാലാ നഗരസഭാ തെരഞ്ഞെടുപ്പിലും UDFനായിരുന്നു വലിയ മുന്നേറ്റം. മത്സരിച്ച് ജയിക്കാൻ സാധ്യതയുള്ള സീറ്റ് അന്വേഷിക്കുന്ന ഘട്ടത്തിലാണ് പാലായിൽ ജോസ് കെ മാണി തന്നെ മത്സരിക്കുമെന്ന് റോഷി അഗസ്റ്റിൻ പ്രഖ്യാപിക്കുന്നത്. അതായത് UDF മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ പാർട്ടി ചെയർമാനെ നിൽക്കാൻ പ്രേരിപ്പിക്കുക പാർട്ടിക്കാർക്ക് മൊത്തം കൺഫ്യൂഷൻ വരുത്തുന്ന വാദഗതിയാണ്. പാലായിൽ വീണ്ടും മത്സരിച്ച് പാർട്ടി ചെയർമാൻ ഒരിക്കൽ കൂടി മാണി സി കാപ്പനോട് പരാജയപ്പെടുകയും ചെയ്താൽ മന്ത്രി റോഷിൻ അഗസ്റ്റിന്റെ ഗ്രാഫ് പാർട്ടിയിൽ ഉയരുകയും മൂന്നാമതും പിണറായി വിജയൻ അധികാരത്തിൽ വരികയാണെങ്കിൽ നിലവിലുള്ള മന്ത്രിസ്ഥാനം കളയാതെ സൂക്ഷിക്കുന്നതിനുള്ള ചെപ്പടി വിദ്യയാണെന്ന് പാർട്ടിയിൽ തന്നെ ചില ഉന്നതർ സംശയിക്കുന്നത്. റോഷി അഗസ്റ്റിൻ മൈക്ക് വാങ്ങി തന്ത്രപരമായി പറഞ്ഞ മറുപടി ജോസ് കെ മാണിക്ക് മറ്റ് സൗകര്യപ്രദമായ നിയമസഭാ മണ്ഡലം തെരഞ്ഞെടുക്കുന്നതിനുള്ള അവസരം നഷ്ടപ്പെടുത്തുമോ എന്നാണ് വരുന്ന നാളുകളിൽ അറിയേണ്ടത്. 10 MLA-മാരും 3 മന്ത്രിമാരും സ്വപ്നം കണ്ട് UDF വിടുന്നതിന് നേതൃത്വം നൽകിയ ജോസ് കെ മാണി പാലായിൽ സംഭവിച്ച പരാജയത്തിൽ നിന്ന് ഇനിയും പൂർണ്ണമായും മോചിതനായിട്ടില്ല. തന്നെ മനഃപൂർവ്വം തോൽപ്പിച്ചതാണെന്ന് CPM നേതൃത്വത്തോട് പരാതിപ്പെട്ടിരുന്നുവെങ്കിലും കാര്യമായ അന്വേഷണമൊന്നും നടത്തിയില്ലെന്ന പരിഭവം പാർട്ടിക്കാർക്കും ചെയർമാനും ഉള്ളതാണ്. UDFിലായിരുന്ന ഘട്ടത്തിൽ സാമാന്യം പ്രതികരിക്കാൻ നല്ല സമയം ചെലവഴിച്ചിരുന്ന ജോസ് കെ മാണി ഇന്ന് പ്രതികരണങ്ങളിൽ മിതത്വം പാലിക്കുന്നുണ്ട്. സ്വന്തം പാർട്ടിയുടെ മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിയായി പാർട്ടിക്കാരനെ നിയമിക്കാൻ സാധിക്കാത്തതിൽ അമർഷമുണ്ടെങ്കിലും മൗനം തുടരുകയാണ്. എന്ത് തന്നെയായാലും പാലായിൽ മത്സരിക്കുന്നത് ഗുണകരമാകില്ലെന്ന അഭിപ്രായം പാർട്ടി പ്രാദേശിക ഘടകത്തിനുണ്ട്. ആയതിനാൽ അനുയോജ്യമായ മറ്റൊരു മണ്ഡലം കണ്ടുപിടിക്കണമെന്നതിനാണ് പാർട്ടിയിൽ ബഹുഭൂരിപക്ഷത്തിന്റെയും ആഗ്രഹം. ചുരുക്കത്തിൽ പത്രസമ്മേളനത്തിൽ പാലായിൽ മത്സരിക്കുമെന്ന് പറഞ്ഞ മന്ത്രി റോഷിൻ അഗസ്റ്റിന്റെ അഭിപ്രായം പൂർണ്ണമായി തള്ളിക്കളയാനാണ് സാധ്യത. നന്ദി, നമസ്കാരം. തനിനാടൻ മലയാളി ചാനൽ, കോട്ടയം ബ്യൂറോ.